പരസ്യമായി നയനയെ കുറ്റപ്പെടുത്തി ആദർശ്. അതേ പ്രേക്ഷകരെ, നമ്മൾക്ക് വീണ്ടും ആലോചിച്ച് പോകും, ആദർശിന് ഇപ്പോഴും ഒരു മാറ്റവും ഇല്ലേ എന്നുള്ളൊരു ചിന്തയിലോട്ടായി പോകട്ടെ ഇന്നത്തെ എപ്പിസോഡ്. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ അനാമികയുടെ പാരന്റ്സ് ഒക്കെ വരുന്നുണ്ട്. ശേഷം നമ്മുടെ അനാമികയുടെ അമ്മ നമ്മുടെ നയനയും നവ്യയുമായിട്ടൊക്കെ ചെറുതായിട്ടുള്ള രീതിയിൽ കോർക്കുന്നുണ്ട്. കാര്യം വേറെ ഒന്നല്ല, ഇവരിങ്ങനെ അവരുടെ അടുത്ത് കൂടി പോകുമ്പോൾ നമ്മുടെ അനാമികയുടെ അമ്മ അനാമികയോട് പറയും, ഈ വീട്ടിൽ മൊത്തം പെരുങ്കളികളാണല്ലോ, സൂക്ഷിക്കണം മോളെ, കുറേ സ്വർണ്ണമൊക്കെ ഉള്ളതാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നയനയും നവ്യയും അവർക്ക് എന്താ പറയുക, കൊടുക്കേണ്ട മറുപടി കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങളൊന്നും അല്ല പെരുങ്കളികൾ, ആരാണെന്ന് പോകെ അറിയാൻ പറ്റും, വെറുതെ ഇങ്ങനെ ചൊറിയാൻ വന്നാൽ ഞങ്ങൾ പിടിച്ച് പിന്നെ ഞങ്ങൾ അങ്ങോട്ടും എന്താ പറയുക രണ്ടെണ്ണം പറയും, വേണമെങ്കിൽ തല്ലാനുള്ളതാണെങ്കിൽ തല്ലുകയും ചെയ്യുന്നു. നമ്മുടെ നവ്യയും നയനയും ഒരുപോലെ എന്താ പറയുക, നമ്മുടെ നയനയും നവ്യയും ഒരുപോലെ ശബ്ദമുയർത്തി പറയുന്നുണ്ട്. എന്നാലും പഴയ നയനയൊന്നും അല്ല, ഇപ്പം എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിക്കുന്നുണ്ട്. അത് തന്നെ വലിയ ഭാഗ്യം അല്ലേ. അപ്പോൾ അതിനുശേഷം നമ്മുടെ എല്ലാവരും, നമ്മുടെ അനാമികയുടെ അച്ഛനും നമ്മുടെ ആദർശും നമ്മുടെ അനിയുടെ അച്ഛനും അനിയും എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദേവയാനിയും ജലജയൊക്കെ വന്നിട്ട് നമ്മുടെ മറ്റേ നയനയും നവ്യയും കുറ്റപ്പെടുത്തുക. ഇത്രയും നാൾ അർഹതയില്ലാത്ത മരുമക്കളായിരുന്നു, ഇപ്പോഴാണ് ഒരു അർഹതയുള്ളൊരു മരുമകൾ നമ്മുടെ അനന്തപുരിയിലേക്ക് വന്നത് മറ്റേവർ. എന്നിട്ട് നയനെ കുറേ കുറ്റപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ദേവയാനി. അപ്പോൾ നമ്മുടെ ആദർശനും ആ ദേഷ്യം സഹിക്കാനാവാതെ എഴുന്നേറ്റ് പറയുന്നുണ്ട് കേട്ടോ, ഇവിടെ എല്ലാവർക്കും നയനയെ ഇഷ്ടമാണ്, മുത്തശ്ശന് പോലും ഇഷ്ടമാണ്. മുത്തശ്ശനാണെങ്കിൽ ആൾക്കാരുടെ ഒരു സ്വഭാവം അളന്നു മുറിച്ച് നോക്കി സ്നേഹിക്കുന്ന ഒരാളാണ് മുത്തശ്ശൻ പോലും നയനയെ ചേർത്ത് പിടിക്കുന്നുണ്ടെങ്കിൽ നയനയ്ക്ക് അത്രയേറെ മഹത്വവും നല്ല സ്വഭാവവും ഉണ്ട്. പക്ഷേ അത് എൻ്റെ അമ്മയെ പോലുള്ള ചിലർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ നമ്മുടെ ആദർശ് കട്ടക്കലിപ്പിൽ തന്നെയായിട്ട് എഴുന്നേറ്റ് പോകുന്നത്. എന്നിട്ട് നമ്മുടെ നയനയോട് പറയുന്നുണ്ട്, നീ ഇനി ആരുടെയും മുഖം നോക്കണ്ട കേട്ടോ, നീ നിന്നോട് എന്തെങ്കിലും ചൂടായി പറയുക, ആര് പറഞ്ഞാലും നീ തിരിച്ച് പറഞ്ഞോളാം, മറുപടി കൊടുത്തോളാം എന്ന് നമ്മുടെ ആദർശ് കട്ട എന്താ പറയുക സപ്പോർട്ട് തന്നെ നമ്മുടെ നയനയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ നയനെ കുറ്റപ്പെടുത്തുന്നുമുണ്ട്. വേറൊന്നുമല്ല, എന്നാലും നീ അനിയോട് കാണിച്ചത് വലിയ ചതി തന്നെയാണ്. അവന് നിന്റെ അനിയത്തിയാണ് അനിയത്തി ഇഷ്ടമുള്ള കാര്യം നേരത്തെ നീ പറഞ്ഞിരുന്നുവെങ്കിൽ അനിയുടെ ഒരു ജീവിതം ഇത്രയും ദുരന്തത്തിലോട്ടായി പോകില്ലായിരുന്നു. അനാമിക ഞാൻ കണ്ടിടത്തോളം എനിക്ക് അത്ര തൃപ്തി തോന്നിയില്ല, അനാമിക അത്ര നല്ല പെണ്ണായിട്ട് എനിക്ക് തോന്നുന്നില്ല. പകരം നിന്റെ അനിയത്തി ആയിരുന്നെങ്കിൽ അവന് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടായിരുന്നാണ്. നീ അവൻ്റെ മുഖം നോക്കി, നീ ചിന്തിച്ചു നോക്കി, നിന്നെ അവൻ എന്തോരം ഇഷ്ടപ്പെട്ടതാണ്. പക്ഷേ നീ അവൻ്റെ കാര്യത്തിൽ എടുത്ത തീരുമാനം വളരെ മോശമായി പോയല്ലോ നയന എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ആദർശം നമ്മുടെ നയനെ കുറ്റപ്പെടുത്തുന്നൊരു രംഗമായിട്ടോ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നയന പറയുന്നുണ്ട്, എനിക്കിത് ഈ ഒരു തീരുമാനം ഈ ഒരു കാര്യത്തിൽ എടുക്കാൻ സാധിക്കുകയുള്ളൂ, വേറെ ഏത് പെണ്ണായിരുന്നെങ്കിലും ഞാൻ അത് എനിക്ക് സാധിച്ചു കൊടുത്താൻ എങ്ങനെയെങ്കിലും, പക്ഷേ ഇതെൻ്റെ അനിയത്തിയായിപ്പോൾ, ഇതിനെനിക്ക് ഇങ്ങനത്തെ തീരുമാനം എടുക്കാനേ നിർവാഹമുള്ളൂ എന്നൊക്കെ നമ്മുടെ ആദർശനോട് പറയുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഇവരുടെ ഈ ബന്ധം എത്രത്തോളം പോകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും ഗുഡ് ബൈ.